ഹലോ, ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കായിട്ടാണ് വന്നിരിക്കുന്നത്. കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴത്തേക്കിനും അവർക്ക് ചായയുടെ കൂട്ടത്തിലൊക്കെ കൊടുക്കാൻ പറ്റിയ ഒരു ഈവനിങ് സ്നാക്കായിട്ടാണ് നമ്മളിന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ മാത്രമേ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എടുത്തിരിക്കുന്നത് 5 രൂപയുടെ ഒരു ചെറിയ പാക്കറ്റിൻ്റെ ബൂസ്റ്റ് ഉണ്ടല്ലോ, അതൊരു പാക്കറ്റും, നല്ലപോലെ പഴുത്ത് ആ തൊലിയൊക്കെ കറുത്ത് വന്നൊരു നേന്ത്രപ്പഴം ഉണ്ടല്ലോ, അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അതിനൊക്കെ കുറച്ചും കൂടി ടേസ്റ്റ് കൂടുതൽ. പിന്നെ ഏത് പഴം വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. റോബസ്റ്റ് യൂസ് ചെയ്യാം. നമ്മുടെ കയ്യിൽ ഏത് പഴമാണോ ഉള്ളത് അത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് രണ്ടും വെച്ച് നമുക്ക് പെട്ടെന്നൊരു ഈവനിങ് സ്നാക്ക് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഇങ്ങനെ മഴയത്തൊക്കെ ഇങ്ങനെ ഒരു സ്നാക്കും ചായയൊക്കെ ആയിട്ട് മഴ ആസ്വദിച്ചിരുന്നുകൊണ്ട് കുടിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ നൊസ്റ്റാൾജിയ ഐറ്റംസൊക്കെ എന്തൊക്കെയാണെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. എന്നും ചായക്ക് ഉഴുന്നുവട, പരിപ്പ് വട, ഏത്തയ്ക്കാപ്പം ഇതൊക്കെ നമ്മൾ ഡെയിലി കഴിക്കുന്നതല്ലേ. അപ്പോൾ ഒരു ദിവസമൊക്കെ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. അപ്പം ഞാൻ മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് ആ നേന്ത്രപ്പഴം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ആ ഒരു പാക്കറ്റ് ബൂസ്റ്റ് വേണം നമുക്കിടാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിടാം കേട്ടോ. അപ്പോൾ അതിട്ട് കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ഇച്ചിരി മധുരം കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പഞ്ചസാരയും കൂടി, നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ടുള്ള പഞ്ചസാരയും കൂടി ഈ ഒരു സമയത്ത് ആഡ് ചെയ്യാം. ഇവിടെ ആർക്കും മധുരം അത്ര താല്പര്യമില്ലാത്തത് കാരണം ഞാൻ മധുരം ഇട്ടിട്ടില്ല. ആ ബൂസ്റ്റിൻ്റെ ആ പഴത്തിൻ്റെയൊക്കെ നോർമലായിട്ടുള്ള ഒരു മധുരമേ ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഷുഗറും കൂടി ആഡ് ചെയ്യാം. എന്നിട്ട് നമുക്കതൊന്ന് ഫൈനായിട്ടൊന്ന് പേസ്റ്റ് പോലെ ആക്കിയെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഞാൻ ഇടുന്നത് ഒരു 3 ടേബിൾ സ്പൂൺ മൈദയാണ് ഇടുന്നത്. നിങ്ങളെടുക്കുന്ന സാധനത്തിൻ്റെ അളവ് അനുസരിച്ച് നിങ്ങൾക്കിതിൽ മാറ്റം വരുത്താൻ, ഇൻഗ്രീഡിയൻസ് കൂട്ടുകയോ കുറയ്ക്കുകയോ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. അപ്പോൾ ഞാൻ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. മൈദ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ചപ്പാത്തി മാവിൻ്റെയൊക്കെ ഒരു പരുവമുണ്ടല്ലോ, ആ ഒരു പരുവത്തിലൊന്ന് കുഴച്ച് വയ്ക്കുക. അതൊരു 5 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ ഞാൻ നല്ല സോഫ്റ്റായിട്ട് തന്നെ അത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ പിന്നെ സോഡായോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇടുന്നില്ല കേട്ടോ. അപ്പോൾ അത് ഞാനിപ്പോൾ ഒരു ബോൾ ഷേപ്പിലാണ് അത് ആക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനത് ചെറിയ ചെറിയ ബോളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചീനച്ചട്ടി നമ്മൾ അടുപ്പിൽ വെച്ചു, എണ്ണ ഒഴിച്ചു, നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ആ എണ്ണയിലേക്ക് നമ്മൾ ആ ബോളാക്കി വെച്ചിരിക്കുന്നുണ്ടല്ലോ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ദാ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നല്ല മുരിഞ്ഞതിൻ്റെ കളറൊക്കെ ചേഞ്ചായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടൊക്കെ ഉണ്ട് കേട്ടോ. നമ്മളിതിനകത്ത് സോഡാപ്പൊടിയോ ഈസ്റ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ല. അത് കാരണം കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കാനായിട്ട് സേഫാണ് കേട്ടോ. അപ്പം നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബായ്.